കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് കേരളത്തിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന മലബാർ പിറ്റ്വൈപ്പർ, ഹംനോസ് പിറ്റ്വൈപ്പർ എന്നിനം പാമ്പുകളെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന മറ്റ് പിറ്റ്വൈപ്പറെ കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന 3 പിറ്റ്വൈപ്പറെ കുറിച്ചാണ്. അത് ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ, ബാംബു പിറ്റ്വൈപ്പർ, ഹോഷു പിറ്റ്വൈപ്പർ എന്ന് പറഞ്ഞ 3 പിറ്റ്വൈപ്പറെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ പിറ്റ്വൈപ്പറിൻ്റെ പിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം ആ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്പീഷീസിലോട്ട് കിടക്കാം. അത് ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ എന്ന് പറയും. ചട്ടിത്തലയൻ കുഴിമണ്ഡലി എന്നാണ് അതിൻ്റെ മലയാളം പേര്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മലബാർ പിറ്റ്വൈപ്പറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ അകത്ത് മലബാർ പിറ്റ്വൈപ്പറിനെ 3 സ്പീഷീസായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആ പഠനത്തിൽ തന്നെ 2021 പബ്ലിഷ് ചെയ്ത ആ പഠനത്തിൽ തന്നെ ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പറിനെ 2 സ്പീഷീസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അഗസ്ത്യമലയിൽ കാണുന്നതും അഗസ്ത്യമല മുതൽ ചെങ്കോട്ട ഗ്യാപ്പ് വരെ കാണുന്ന ഒരു സ്പീഷീസിനെ സദേൺ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ എന്ന് പറയും. പിന്നെ അവിടുന്ന് ചെങ്കോട്ട ഗ്യാപ്പ് മുതൽ ഇങ്ങ് നെല്ലിയാമ്പതി വരെ കാണുന്ന സ്പീഷീസിനെ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇത് നെല്ലിയാമ്പതിക്ക് വടക്കോട്ട് ഇതിനെ കാണാറില്ല. എന്ന് പറഞ്ഞാൽ പാലക്കാട് ഗ്യാപ്പിന് തെക്കോട്ട് മാത്രം കാണുന്ന ഒരു സ്പീഷീസാണ് ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ. ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന നല്ല പച്ച നിറമാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാമ്പുകളിലൊന്നാണ്. നല്ല രസമാണ് ഇതിനെ കാണാൻ. നല്ല തിളങ്ങുന്ന പച്ച നിറവും അതിൻ്റെ ദേഹത്തെ സ്കെയിലിനൊക്കെ നല്ല വലുപ്പമുണ്ട്. നല്ല ലാർജ് ആയിട്ടുള്ള സ്കെയിലാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ എന്ന് വിളിക്കുന്നത്. സാധാരണ നമുക്കറിയാലോ മലബാർ പിറ്റ്വൈപ്പർ പലതരത്തിലുള്ള മോർഫുകളിൽ കാണാറുണ്ട്. പക്ഷേ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ ഒരു തരത്തിലുള്ള പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ചില ജുവനൈൽസിലൊക്കെ ചെറിയ കളറും വേരിയേഷനൊക്കെ കാണാറുണ്ട്. അതിൻ്റെ ഈ കഴുത്തിന് താഴെയായിട്ട് ചെറിയൊരു മഞ്ഞ നിറം ചിലപ്പോൾ കാണാറുണ്ട്. അതിന് ബെല്ലിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ചെറിയൊരു വെള്ള സ്കെയിൽ ഇങ്ങനെ നീളത്തിൽ കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ സാധാരണ ഇവർ പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാല് നോക്കിക്കഴിഞ്ഞാൽ വാലിന് വലിയ കളർ വേരിയേഷൻ ഒന്നും കാണാൻ പറ്റില്ല. സാധാരണ ഒരു ഇളം തവിട്ട് നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലോ ഒക്കെയാണ് ഇതിൻ്റെ വാല് കാണുന്നത്. ഫെയിൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ നല്ല ബ്ലൂ റിങ്ങൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. അതേസമയം മലബാർ പിറ്റ്വൈപ്പറിനെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിന് വാലിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള മഞ്ഞ ഡോട്ടോ നീലയോ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കളറുണ്ട്. പക്ഷേ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പറിൻ്റെ വാലിൽ അങ്ങനെ ഒരു കളറില്ല. ഇതിനെ സാധാരണ കാണുന്നത് ഹയർ ആൾട്ടിറ്റ്യൂഡിലൊക്കെയാണ് ഇതിനെ സാധാരണ കാണുന്നത്. എന്ന് പറഞ്ഞാൽ 1000 മീറ്ററിന് മേളിലോട്ടാണ് സാധാരണ ഇതിനെ കാണുന്നത്. 1000 മീറ്റർ മുതൽ ഏകദേശം 2500 മീറ്റർ ഉയരമുള്ള മലയുടെ മണ്ട വരെയൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇത് ലോവർ ആൾട്ടിറ്റ്യൂഡ് കാണാൻ സാധ്യതയില്ലാത്തൊരു പാമ്പാണ് ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ. ഇതിനെ കാണാൻ ഏറ്റവും എളുപ്പം ഉള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഇതിനെ കാണാൻ പോകുന്നത് മൂന്നാറിലൊക്കെയാണ്. മൂന്നാറിലൊക്കെ അവിടെ തേയിലത്തോട്ടത്തിനടുത്തോടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള മൺതിട്ടകളിലും അവിടെയുള്ള ചെറിയ കാടുകളിലും കുറ്റിക്കാടുകളിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിനെ കാണാറുണ്ട്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ. അതുപോലെ തന്നെ ഏലക്കാടുകളിൽ ഇതിനെ കാണാറുണ്ട്. നല്ല തിങ്ങി നിറഞ്ഞ ശോല വനങ്ങളിൽ ഇതിനെ കാണാറുണ്ട്. ഉയർന്ന ഗ്രാസ് ലാൻഡ് അടുത്തുള്ള ചെറിയ പൊന്തക്കാടുകളിൽ ഇതിനെ കാണാറുണ്ട്. അപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരുവിധപ്പെട്ട നല്ല കാടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ കാണാറുണ്ട്. ഇതിന് ഭക്ഷണം സാധാരണ തവളകളെ കഴിക്കാറുണ്ട്, ചെറിയ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട്. ഈ തവളകളെ പിടിച്ച് തിന്നുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് എനിക്കിപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞാനിത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാറിൽ ഒരിക്കൽ ഒരു തവളയുടെ സർവേ എടുക്കാനായിട്ട് പോയി. എന്ന് പറഞ്ഞാൽ തവളകളെക്കുറിച്ച് പഠിക്കാനായിട്ട് മൂന്നാറിൽ പോയി. അപ്പോൾ ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക്, മൂന്നാർ ടൗണിനടുത്തൊരു മരത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോ എന്ന് പറഞ്ഞൊരു ബ്രൗൺ കളറിലുള്ളൊരു പറക്കുന്ന തവള ഒട്ടിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ മണ്ടയ്ക്കും. അപ്പോൾ അതിനെ കാണാനും അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ മരത്തിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറിയിട്ട് എൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് വലിഞ്ഞു കയറിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് അടുത്ത് നിന്നപ്പോഴത്തേക്കിന് ഈ തവളയുടെ തൊട്ട് ഒരു 10-15 സെൻറ്റിമീറ്റർ മാറിയിട്ടൊരു ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ ഇതിനെ കടിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഞാൻ പടം എടുക്കാനായിട്ട് ഇങ്ങനെ ആഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഞാൻ കണ്ട തൊട്ടടുത്ത് ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പർ ഇതിനെ പിടിക്കാനായിട്ട് വരുന്നത്. അന്നേരം തന്നെ മരത്തിൻ്റെ മണ്ടെന്ന് 10 താഴോട്ട് ചാടി. ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച മലബാർ പിറ്റ്വൈപ്പറിനെ പോലെ തന്നെ ഇതിനും വിഷമുണ്ട്. പക്ഷേ ഇത് കടിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല. സാധാരണയായിട്ട് മൂന്നാറിലും അതിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഒത്തിരി പേര് ഈ ചായത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും ഏലത്തോട്ടത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കുറേയേറെ വർക്കേഴ്സിനെ അവിടെ കാണാൻ പറ്റും. അവരൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ അവർക്ക് കടിയൊക്കെ കിട്ടാറുണ്ട്. അവർ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടാറുണ്ട്. അത്ര മരണകാരണമായ റിപ്പോർട്ടുകളൊന്നും അധികം ഈ ലാർജ് സ്കെയിൽ പിറ്റ്വൈപ്പറിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ഏത് പാമ്പിൻ്റെ കടി കിട്ടിയാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഇത് വിഷം മാത്രമല്ല, അതിനോട് പലതരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പിൻ്റെ കടി കയറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടണം. അടുത്തത് ബാംബു പിറ്റ്വൈപ്പർ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് മുളമണ്ഡലി എന്നാണ് പറയുന്നത്. കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ പിറ്റ്വൈപ്പറാണ് ഈ മുളമണ്ഡലി അല്ലെങ്കിൽ ബാംബു പിറ്റ്വൈപ്പർ. ഇതിനെ കാണാൻ ഭയങ്കര രസമാണ്. നല്ല പച്ച കളറിലാണ് ഇതിൻ്റെ ശരീരം.
ഇതിൻ്റെ വാലിൽ അങ്ങനെ മാർക്കിംഗ് ഒന്നുമില്ല. ചില സമയത്ത് നമുക്ക് മലബാർ പിറ്റോയിപ്പറുമായിട്ടൊക്കെ കൺഫ്യൂഷൻ തോന്നിയാലും ഇതിൻ്റെ വാലിലൊന്നും മലബാർ പിറ്റോയിപ്പറിനെ പോലെ മാർക്കിംഗ് കാണത്തില്ല. അതുപോലെ തന്നെ ഇതിന് കഴുത്തിന് താഴെയായിട്ട് നല്ല മഞ്ഞ നിറം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു 1-2 പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബാംബു പിറ്റോയിപ്പറിനെ തിരിച്ചറിയാൻ പറ്റും. ഞാനിത് രണ്ടിൻ്റെയും കമ്പാരിസൺ ഫോട്ടോസ് ഇവിടെ വെക്കാം. നമ്മൾ കണ്ടുകണ്ട ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക്. ഈ ബാംബു പിറ്റോയിപ്പറിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്രാസ്പെഡോസെഫാലസ് ഗ്രാമിണിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമിണിയസ് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡ് ഗ്രാസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പുല്ലിൻ്റെ ഗ്രീൻ ഇല്ലേ, പച്ച, അതേ പച്ച നിറമാണ് ഈ ബാംബു പിറ്റോയിപ്പറിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ബാംബു പിറ്റോയിപ്പറിനെ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ മലബാർ പിറ്റോയിപ്പറിനെയും ലാർജ് സ്കെയിൽ പിറ്റോയിപ്പറിനെയും 2021 പല സ്പീഷീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അതുപോലെ തന്നെ ഈ ബാംബു പിറ്റോയിപ്പറിനെയും 2 സ്പീഷീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 സ്പീഷീസ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. ഇത് സാധാരണയായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പാലക്കാടുള്ള അട്ടപ്പാടിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ചിന്നാറിൽ കാണുന്നതും അട്ടപ്പാടി കാണുന്നതും ഒരു നമ്മുടെ ബാംബു പിറ്റോയിപ്പർ എന്ന് പറയുന്ന സ്പീഷീസും വയനാട്ടിലും ഈ ബ്രഹ്മഗിരിയിലും കൂർഗിലും ഒക്കെ അടുത്തുള്ള ആ സ്പീഷീസിനെ പറയുന്നത് വെസ്റ്റേൺ ബാംബു പിറ്റോയിപ്പർ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഉള്ള പോപ്പുലേഷനെ പുതിയൊരു സ്പീഷീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ മാത്രം കാണുന്ന ഒരു എൻഡമിക് സ്പീഷീസായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ കാടുകളിൽ ഇത് വളരെ അപൂർവമാണ്. ഞാനും കേരളത്തിലെ കാട്ടിൽ ഇതിനെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ കേരളത്തിൻ്റെ ഇപ്പം വയനാട്ടിൽ നിന്നാണെങ്കിലും ചിന്നാറിൽ നിന്നൊക്കെ വരെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ത്യയിലെ മറ്റു പല സ്ഥലത്തുനിന്നും ഇതിനെ കണ്ടിട്ടുണ്ട്. ഇപ്പം കൊയ്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാരാഷ്ട്രയിലുള്ള അവിടുന്ന് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിലെ പച്മടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു പാമ്പാണ് ഈ ബാംബു പിറ്റോയിപ്പർ. അതുപോലെ കേരളത്തിൽ ഇത് വളരെ അപൂർവമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ കടി കിട്ടുന്നവരും വളരെ അപൂർവമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കൽ അട്ടപ്പാടിയിൽ എവിടെ ഒരാളുടെ കടി കിട്ടിയതായിട്ട് വായിച്ചിട്ടുണ്ട്. ഈ ബാംബു പിറ്റോയിപ്പറിൻ്റെ കടി ഒരാൾക്ക് കിട്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പിറ്റോയിപ്പറുകളെ പോലെ തന്നെ ഇതും സാധാരണയായിട്ട് തവളകളെയും ചെറിയ പക്ഷികളെയൊക്കെയാണ് ഇവർ കഴിക്കാറുള്ളത്. അതിൻ്റെ വിഷവും അത്ര പേടിക്കേണ്ട കാര്യമില്ല. മലബാർ പിറ്റോയിപ്പറിനെ പോലെയൊക്കെ തന്നെയുള്ള വിഷമാണ് ഇതിനുള്ളത്. പക്ഷേ കടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. അടുത്തത് ഹോഷു പിറ്റോയിപ്പർ അല്ലെങ്കിൽ ലാടമണ്ഡലി എന്ന് പറയും. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള പിറ്റോയിപ്പറാണ് ഈ ഹോഷു പിറ്റോയിപ്പർ. ഇതിനെ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മലയുടെയൊക്കെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ 1700 മീറ്ററിന് മുകളിലോട്ടുള്ള മലനിരകളിൽ മാത്രമാണ് ഈ ഹോഷു പിറ്റോയിപ്പറിനെ കാണുന്നത്. ഇത് നീലഗിരിയിലെ ഊട്ടിയിലും അതിനോട് സമീപ പ്രദേശങ്ങളിലൊക്കെ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിനെ കാണുന്ന സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ മാത്രമാണ് ഇതുവരെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പാമ്പാണ്. ചെറിയ പാമ്പും അതുപോലെ തന്നെ ഇത് സാധാരണ കാണുന്ന ഉയരമുള്ള മലനിരയുടെയൊക്കെ മണ്ടയ്ക്കുള്ള ഗ്രാസ് ലാൻഡിൻ്റെ അടുത്തുള്ള ചെറിയ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാറയുടെ അടിയിലൊക്കെയാണ് ഇവരിയ്ക്കുന്നത്. അതിന് പ്രത്യേകത ചെറിയ ബ്രൗൺ കളറുള്ള പാമ്പാണ്. അതിൻ്റെ ദേഹത്തൊക്കെ ചെറിയ ബ്രൗൺ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കഴുത്തിന് പുറകിലായിട്ട് ഈ കുതിരയുടെ ലാടം പോലെയൊക്കെയുള്ള 2 മാർക്കിംഗ് ഇങ്ങനെ കാണാൻ പറ്റും, അതിൻ്റെ കാലിൻ്റെ മാർക്കിംഗ് പോലെ. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഈ ഹോഷു പിറ്റോയിപ്പർ അല്ലെങ്കിൽ ലാടമണ്ഡലി എന്ന് പേര് വരാൻ കാര്യം. വളരെ അപൂർവമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതെന്താ കഴിക്കുന്നത്? ഒരുപക്ഷെ മറ്റു പിറ്റോയിപ്പറുകളെ പോലൊക്കെ തന്നെ ചെറിയ തവളകളെയും ചെറിയ പല്ലികളെയും പിടിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇവരും ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ പടം എടുക്കാനായിട്ട് സാധാരണ പോകുന്നത് ഊട്ടിയിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ്. കേരളത്തിലെ കാടിൻ്റെ മണ്ടയ്ക്കൊന്നും നമുക്കങ്ങനെ പോയി പടം എടുക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ജുവനൈൽ ചെറിയ ബ്രൗൺ കളറിലും അതിൻ്റെ ദേഹത്തൊക്കെ ചെറിയ സ്പോട്ടുകളൊക്കെ ആയിട്ട് കാണാറുണ്ട് ഇതിൻ്റെ ജുവനൈൽസ്. അതിൻ്റെ ഫോട്ടോയും ഇവിടെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും അഡൽട്ടും ജുവനൈലും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് വളരെ രസകരമായിട്ടുള്ളൊരു പിറ്റോയിപ്പറാണ്. നമുക്കറിയില്ല, നമുക്ക് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞൊരു കാടുണ്ട് നമുക്ക്. അതിൻ്റെ മേളിലായിട്ട് മണലാറ്, ഇരുവിങ്കലാറ് എന്നൊക്കെ പറഞ്ഞൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലമുണ്ട്. അതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിന് പറയുന്ന പേര് ഹൈവേവീസ് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് 1949 ഒരു പാമ്പിനെ, ഒരു പിറ്റോയിപ്പറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ പിറ്റോയിപ്പറിൻ്റെ പേര് ഹട്ടൻസ് പിറ്റോയിപ്പർ എന്നാണ് അതിൻ്റെ പേര്. ആ ഹട്ടൻസ് പിറ്റോയിപ്പറിൻ്റെ പേര് ഇടാൻ തന്നെ കാര്യം, ഇത് ഒരു ഹട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടിരുന്ന ഒരു ബ്രിട്ടീഷർ കളക്ട് ചെയ്ത 2 ജൂനൈൽ പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം കളക്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തു. അയാൾ ഡിസ്ക്രൈബ് ചെയ്ത പാമ്പാണ് ഈ ഹട്ടൻസ് പിറ്റോയിപ്പർ. ഇതിന് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിന് ആ ഡിസ്ക്രിപ്ഷന് ശേഷം ഇന്നവരെ ആരും ഇതിനെ കണ്ടിട്ടില്ല. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് പോയിട്ട് പഠിച്ചു. ജൂനൈൽ പാമ്പായിരുന്നു, അതിനെ റീഡിസ്ക്രിപ്ഷനൊക്കെ അതിൻ്റെ പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് ഇന്ത്യയിലുള്ള നമ്മുടെ പിറ്റോയിപ്പറുകളായിട്ട് ഒന്നും മാച്ച് ചെയ്യുന്ന പാമ്പല്ല, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ടിലുള്ള പെടേണ്ട പാമ്പല്ല. ഇതിനോട് മാച്ച് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ബോർണിയയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ട്രോപ്ഡോലമസ് എന്ന് പറഞ്ഞൊരു ജീനസിൽ പെടുന്നൊരു പാമ്പുകളുണ്ട്. ട്രോപ്ഡോലമസ് വാഗ്ലേറി എന്നൊക്കെ പറഞ്ഞ പാമ്പ്. അതിൻ്റെ ഈ മൂക്കിൻ്റെ അറ്റം മേളിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ആ പാമ്പിനോ അതിൻ്റെ ജുവനൈൽ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പാമ്പിനെയാണ് ഈ ഹട്ടൻ ഈ
എന്താ ഹൈവേ വീസിൽ നിന്ന് കളക്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നത്. അപ്പം ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഈ ഹട്ടൻ എന്ന് പറഞ്ഞ ആൾ ഒരുപക്ഷെ വേറെ വല്ലയിടത്തു നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ആൾക്ക് കൊടുത്തതാണോ, ഈ റോങ് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞതാണോ എന്നൊന്നും ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം ഞങ്ങൾ ഒരുവിധപ്പെട്ട ഈ പാമ്പിനെ കുറിച്ച് പഠിക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നത് ഈ പുള്ളി ഒരു തട്ടിപ്പ് നടത്തിയിട്ട് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പാമ്പായിരിക്കാനാണ് സാധ്യത. വേറെ ഒരുപക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള 2 ജൂനൈൽ പാമ്പായിരിക്കും ഈ ഹട്ടൻ സ്പിറ്റ് വൈപ്പർ. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് വേറെ കാര്യം, ഒരുപക്ഷെ ഇത് അതിൻ്റെ ലൊക്കേഷൻ മാറിപ്പോകാതായിരിക്കാനും സാധ്യതയുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1870 കോഴിക്കോട്ടെ ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 5 ഫിംഗേർഡ് ലിസാർഡ് എന്ന് പറഞ്ഞൊരു ലിസാർഡിനെ ഒരു ബെഡോം എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതിനെ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആരും ഇതിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ലിസാർഡ് സാധാരണയായിട്ട് കാണപ്പെടുന്ന യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനെയും ഇന്നേ വരെ ഞങ്ങളൊക്കെ അവിടെ പോയി ഇതിനെ തപ്പിയിട്ടുണ്ട്, ഇങ്ങനൊരു ലിസാർഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇതിനെ കാണാൻ പറ്റില്ല. പക്ഷേ പിന്നീട് നമ്മുടെ കുറേ സുഹൃത്തുക്കളും സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ ബെഡോം കളക്ട് ചെയ്തത് സ്പെസിമിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ മാറിപ്പോയിരിക്കാനാണ് സാധ്യത. ആഫ്രിക്ക എന്നുള്ള ഏതെങ്കിലും സ്പെസിമിന് ബേപ്പൂർന്ന് അറിയാതെ എഴുതി പോയിരിക്കാനാണ് സാധ്യത. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഹട്ടൻ സ്പിറ്റ് വൈപ്പർ ഒരുപക്ഷെ അങ്ങനെ പിറ്റ് വൈപ്പർ കാണാൻ സാധ്യതയില്ല. ഇവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത 2 ജൂനൈൽ അതിൻ്റെ ടാഗ് മാറിപ്പോകാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതൊരു മിസ്റ്ററിയാണ്. ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും പോയി തപ്പുന്നുണ്ട്, ഇങ്ങനെ ഹട്ടൻ സ്പിറ്റ് വൈപ്പർ അവിടെ ഉണ്ടോ, അതിനെ റീഡിസ്കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾ അവിടെ പോയി ഇതിനെ തപ്പുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു കേരളത്തിലെ പിറ്റ് വൈപ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, കാരണം കേരളത്തിലുള്ള പിറ്റ് വൈപ്പേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ആർക്കെങ്കിലും പാമ്പിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നോക്കിയിട്ട് വിഷമുണ്ടോ വിഷമില്ലാത്തതെന്ന് വെച്ചുകൊണ്ട് ഇരിക്കരുത്. പാമ്പിൻ്റെ കടിക്ക് ഇപ്പം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പാമ്പിൻ്റെ കടി കിട്ടിയവരെയൊക്കെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. എവിടെയെങ്കിലും കയ്യോ വല്ലതും കടിച്ചു കഴിഞ്ഞാൽ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഊരിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് വിശദമായിട്ട് പറയേണ്ട ഒരു വീഡിയോ ആണ്. അത് പിന്നീട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പാമ്പ് കടിയെക്കുറിച്ചും പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പാമ്പ് കടി എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.